ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിബോസി ഗേൾ. അപ്പോൾ ലാസ്റ്റ് വീഡിയോൻ്റെ ബാക്കി പാർട്ടാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് ഞാൻ നേരത്തെ പോലെ തന്നെ രണ്ട് നെറ്റിൻ്റെ ഫാബ്രിക് എടുത്തിട്ടുണ്ട്, ലൈനിങ് എടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്കിതിൽ ലൈനിങ്ങിലാണ് ആദ്യം കട്ട് ചെയ്ത് കാണിക്കേണ്ടത്. അപ്പോൾ ലൈനിങ് നമുക്ക് ആദ്യം ഇതുപോലെ വിരിച്ചിടാം. ഇതിൻ്റെ മേലത്തെ ഭാഗം ഒപ്പമല്ല, അത് കാരണം ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് താഴേക്ക് നമുക്ക് മാർക്ക് ചെയ്ത് പോകാം. അപ്പോൾ ഷോൾഡറിന് നമ്മൾ ആദ്യം മേലെ 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കണം, കാരണം അത് തയ്ച്ചു പോകുന്ന ഭാഗമാണ്. ഇതിന് ഈ ഒരു ലൈനിന് താഴേക്ക് വേണം നമ്മൾ ബാക്കി മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് മാർക്ക് ചെയ്യേണ്ടത് ടോട്ടൽ ലെങ്ത്താണ്. ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇവിടെ 15 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി കൂട്ടി ഞാൻ 16 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പം ഞാൻ വീഡിയോയിൽ കാണിച്ചപ്പോൾ തെറ്റി 14 ഇഞ്ചിലാണ് കേട്ടോ കൈ വിരൽ വെച്ചത്. ശരിക്കും 15 ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത്ത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ തയ്ച്ചു പോകാനായിട്ട് ചേർത്തിട്ട് ഞാൻ 16 ഇഞ്ചിലാണ് ലെങ്ത്ത് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡറാണ്. ഷോൾഡറിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് 6 ഇഞ്ചാണ് ഷോൾഡർ എടുക്കുന്നത്. നമ്മൾ ബാക്ക് എത്രയാണ് എടുത്തത് അതുപോലെ തന്നെ വേണം ഫ്രണ്ടിൽ എടുക്കാനായിട്ട്. 6 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കുക. ഇനി താഴത്തേക്ക് നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്തെടുക്കണം. ആം ഹോൾ മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് ഒരു ഇഞ്ചിൽ നമ്മൾ ഒന്ന് താഴത്തേക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇവിടുന്ന് വേണം നമ്മൾ താഴത്തേക്ക് മാർക്ക് ചെയ്യാനായിട്ട്. എല്ലാ സ്റ്റാൻഡേർഡ് സൈസിനും ഈ ഒരു ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്തിട്ട് വേണം ആം ഹോൾ മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ആം ഹോൾ മാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ 6.33 ആണ് ആം ഹോൾ വരുന്നത്. അത് നമ്മുടെ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 6, അതായത് 38/6 ചെയ്യുമ്പോഴാണ് 6.33 നമുക്ക് കിട്ടുന്നത്. ആം ഹോൾ ഇതുപോലെ നമ്മൾ L ഷേപ്പിൽ വരച്ചെടുക്കുക. ഇനി മാർക്ക് ചെയ്യേണ്ടത് ചെസ്റ്റാണ്. ചെസ്റ്റ് എന്ന് പറയുന്നത് 38/4, അതായത് 9.5 ഇഞ്ചസാണ് മാർക്ക് ചെയ്യേണ്ടത്. അതിൻ്റെ ഒപ്പം 1.5 ഇഞ്ച് ഞാൻ സീം അലവൻസ് ആഡ് ചെയ്യുന്നുണ്ട്. പോരാത്തതിന് നമുക്കിവിടെ കുറച്ച് തയ്ച്ചു പോകാനും കൂടി വേണം. പ്രിൻസസ് കട്ടല്ല, അപ്പോൾ ഒരു 3/4 ഇഞ്ചും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യണം. അപ്പോൾ ആദ്യം 38/4, 38ൻ്റെ 4/1 ഭാഗം 9.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തു. ഇനി ഒരു 3/4 ഇഞ്ച് സൈഡുകൾ തയ്ച്ചു പോകാനായിട്ട്, അതായത് പ്രിൻസസ് കട്ട് നടുവിൽ കട്ട് വരുമ്പോൾ അത് തയ്ച്ചു പോകാനായിട്ട്. ഇനി ഒരു 1.5 ഇഞ്ച് ഞാൻ സീം അലവൻസും കൂടി ഇടുന്നുണ്ട്. ഇനി ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് ഞാനിവിടെ റെഡി ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് നെക്ക് വിഡ്ത്ത് നമ്മൾ ബാക്കിന് എടുത്തിട്ടുള്ള 3 ഇഞ്ചസാണ്. ആ സെയിം തന്നെ ഇവിടെ ഫ്രണ്ടിലും 3 ഇഞ്ചസ് മാർക്ക് ചെയ്യുക. ഇനി നമുക്കിതുപോലെ ഷോൾഡർ ചെരിച്ച് വരച്ചു കൊടുക്കാം. ഇതുപോലെ ചെരിച്ച് വരയ്ക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അതായത് വൈഡ് നെക്ക് ആകുമ്പോൾ ഇങ്ങനെ ഷോൾഡർ ഇറങ്ങിപ്പോവില്ല. അപ്പോൾ ഇതുപോലെ ചെരിച്ച് വരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ആം ഹോൾ കർവ് കംപ്ലീറ്റ് ചെയ്യാം. അതിന് നമ്മുടെ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ 6.3 ഇഞ്ചസ്, അതിൻ്റെ നേർ പകുതി എടുത്തിട്ട് ഒന്നിവിടെ പകുതി മാർക്ക് ചെയ്യാം. അതിന് ശേഷം ഈ സൈഡിലൊരു 1/4 ഇഞ്ച്, ഇവിടെ ഒരു 1/4 ഇഞ്ചിൽ നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ മിഡിൽ പോർഷൻ നിങ്ങളിതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കുക. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ആം ഹോൾ കർവ് വരയ്ക്കാനുള്ള മെത്തേഡ്. ഇനി നമുക്ക് കർവ് വരയ്ക്കാനായിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ചസ്, കോർണറിന് 1/2 ഇഞ്ചസാണ് ഞാൻ മേലേക്ക് വരയ്ക്കുന്നത്. നമ്മൾ ബാക്ക് സൈഡിൽ ചെയ്തപ്പോൾ 1 ഇഞ്ചാണ് എടുത്തത്, ഇവിടെ 1/2 ഇഞ്ചാണ്. അപ്പോൾ നമുക്കിതൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇതുപോലെ വരച്ചെടുത്തു. ഇനി നമുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് നെക്കാണ്. നെക്ക് ഞാനിവിടെ ക്യൂനനി നെക്കാണ് യൂസ് ചെയ്യുന്നത്. അതിനിവിടെ ലെങ്ത്ത് നമുക്ക് 8 ഇഞ്ചസ് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരച്ചെടുക്കാം. ഇങ്ങനെ വരച്ചെടുത്തിട്ട് നെക്ക് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് എല്ലാ മെഷർമെൻറ്റ്സും മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇവിടുത്തെ ലെങ്ത്ത് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഇവിടുന്ന് 8 ഇഞ്ചസ്. അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എത്രയാണോ ആ ഒരു കർവ് വേണ്ടത്. ഞാനിവിടെ 5.5 ഇഞ്ചസാണ് കർവ് എടുക്കുന്നത്. ഇവിടുന്നിട്ട് ഈ സൈഡിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ സൈഡിലോട്ട് ചെരിച്ച് വരയ്ക്കാം. എന്നിട്ട് ഈ കോർണറിലേക്ക് കുറച്ച് താഴ്ത്തിയിട്ട്, എക്സാക്റ്റ് ഈ കോർണറിലേക്കല്ല, കുറച്ചൊന്ന് താഴ്ത്തിയിട്ട് ഇങ്ങനെ വരച്ചെടുക്കുക. വരച്ചെടുത്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്
ഈ രണ്ട് സൈഡിൻ്റെയും നേർ പകുതി മാർക്ക് ചെയ്തെടുക്കുക. ഈ ഷോൾഡറിൻ്റെ അവിടെ വെച്ചിട്ട് പകുതി മാർക്ക് ചെയ്തെടുക്കുക. ഇതും നിങ്ങളിതുപോലെ പകുതി മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു കാലിഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ ഷേപ്പ് നിങ്ങൾ വരച്ചെടുക്കുക. എന്നാലാണ് ക്യൂനാനി ഷേപ്പ് വരുള്ളൂ. ഇതുപോലെ മാർക്ക് ചെയ്ത ശേഷം ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കും. നമുക്ക് നല്ല ഈസി ആയിട്ട് വരച്ചെടുക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ നെക്ക് വരുന്നത്. ഇനിയാണ് നമ്മൾ പ്രിൻസസ് കട്ടിൻ്റെ ഡാർട്ട് വരയ്ക്കാൻ പോകുന്നത്. പ്രിൻസസ് കട്ടിൻ്റെ ഡാർട്ട് വരയ്ക്കാനായിട്ട് താഴെ വേസ്റ്റ് റൗണ്ട് നമുക്ക് വരുന്നത് 7.75 ഇഞ്ചസാണ്. പക്ഷെ നമുക്കിവിടെ മാർക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ നമുക്ക് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നിങ്ങൾ ചെയ്തത് നമ്മുടെ ബെസ്റ്റ് പോയിൻറ്റിൻ്റെ 4 ഇഞ്ചസാണ് വരുന്നത് വിഡ്ത്ത്. അതിൻ്റെ 1/2 ഇഞ്ച് കുറച്ച് 3.5 ഇഞ്ചിൽ താഴെ മാർക്ക് ചെയ്യുക. ഇനി ബെസ്റ്റ് പോയിൻ്റ് നമുക്ക് കിട്ടണം. അതിനിവിടെ ഞാൻ പറഞ്ഞല്ലോ, ബെസ്റ്റ് പോയിൻറ്റിൻ്റെ വിഡ്ത്ത് വരുന്നത് 4 ഇഞ്ചാണ് വരുന്നത്. ഇത്ര വരും. അതിൻ്റെ ലെങ്ത്ത് നമുക്ക് 10.5 ഇഞ്ച് 10.5 ഇഞ്ചസാണ് വരുന്നത്. ആ മാർക്ക് ചെയ്തിട്ട് അവിടെ 4 ഇഞ്ച് നമ്മളിതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ 4 ഇഞ്ചിൻ്റെ 1/2 ഇഞ്ച് കുറച്ച് 3.5 ഇഞ്ചാണ് നമ്മൾ താഴെ മാർക്ക് ചെയ്തെടുത്തത്. ഇതാണ് നമ്മുടെ ബെസ്റ്റ് പോയിൻറ്റിൻ്റെ മാർക്ക് വരുന്നത്. ഇനി താഴെ 2.5 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് കളയണം. 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം മേലേക്ക് 2 ഇഞ്ചിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. എന്നാലാണ് ബെസ്റ്റ് കഴിഞ്ഞ് താഴേക്ക് ഇങ്ങനെ മടങ്ങി താഴെ ബെൽറ്റായിട്ട് നിൽക്കുള്ളൂ. 2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ആം ഹോളിൻ്റെ ഇവിടെ നിന്ന് മേലേക്ക് 1 ഇഞ്ച് മേലേക്ക് മാർക്ക് ചെയ്ത് നമുക്കിതിങ്ങനെ വരച്ചെടുക്കാനായിട്ട് ആദ്യം ഈ 3.5 ഇഞ്ച് 4 ഇഞ്ച് നമുക്കിങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ വരച്ചെടുത്തിട്ട് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ആം ഹോൾ കർവ് സ്കെയിൽ മേടിക്കാൻ കിട്ടും. അത് വെച്ചിട്ട് വരച്ചെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ കൈ കൊണ്ട് ഈസി ആയിട്ട് വരച്ചെടുക്കാം. ഇതേപോലെ വരയ്ക്കാം. ഇനിയാണ് നമ്മൾ വേസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 7.75 3.5 ഇഞ്ച് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഭാഗം നമുക്കിവിടെ മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു 3/4 ഇഞ്ച് നമുക്ക് തയ്ക്കാനും വേണം. പിന്നെ 1.5 ഇഞ്ച് സീം അലവൻസ് ഇടണം. അപ്പോൾ ഒരു 3/4 ഇഞ്ച് ഞാനിവിടെ ആദ്യം ഇടുന്നുണ്ട്. 3/4 ഇഞ്ചിൻ്റെ ആവശ്യമുള്ളൂ. 3/4 ഇഞ്ച് പിന്നെ ഒരു 1.5 ഇഞ്ച് തയ്ച്ചു പോകാനായിട്ട്. ഇനി നമുക്കിതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഈ 2 സൈഡും ജോയിൻ ചെയ്തിട്ട് ഇനി താഴെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1 ഇഞ്ച് ആ സൈഡിൽ 1 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഡാർട്ട് പ്രിൻസസ് കട്ടിൻ്റെ ഈ ഡാർട്ടിലേക്ക് നമുക്കിതുപോലെ ചെരിച്ച് വരച്ചു കൊടുക്കാം. അന്നേരമാണ് ആ ഒരു നടുവിലെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വരുള്ളൂ. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ്ങിന് കട്ട് ചെയ്ത ശേഷം നമുക്ക് ചെയ്യേണ്ടത് മെയിൻ ഫാബ്രിക്കിൽ ഇതൊന്ന് വിരിച്ച് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നിങ്ങൾ വിരിച്ച് വയ്ക്കുക. എന്നിട്ട് അപ്പം ഞാൻ ഈ ക്ലോത്തിൻ്റെ നെറ്റ് ഫാബ്രിക്കിൻ്റെ നല്ല വശത്താണ് ഈ ലൈനിങ്സ് വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ആ 2 സൈഡിലെ പ്രിൻസസ് കട്ടിൻ്റെ ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വെക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഉൾട്ടയായിപ്പോവും. അത് കാരണം ഞാൻ നല്ല വശത്ത് വെച്ചിട്ടാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യാം. സ്ലീവ്സ് കട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ ഞാൻ 2 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് 4 ആക്കി മടക്കിയിടണം, എന്നാലാണ് 2 സ്ലീവ്സ് കട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ചീത്തോശാണ് കേട്ടോ ഞാൻ ഈ ക്ലോത്തിൻ്റെ എടുത്തിട്ടുള്ളത് മാർക്ക് ചെയ്യാനായിട്ട്. ഇതുപോലെ 4 ആക്കി മടക്കിയിടാം. ഇനി നമുക്ക് വേണ്ടത് ലെങ്ത്താണ്. എനിക്ക് ടോട്ടൽ ലെങ്ത്ത് വേണ്ടത് 11 ഇഞ്ചാണ്. പക്ഷേ ഇവിടെ താഴെ എനിക്ക് മടക്കി അടിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി കട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് ഞാൻ മേലേക്ക് തയ്ക്കാനുള്ളത് മാത്രമേ എക്സ്ട്രാ എടുക്കുന്നുള്ളൂ. അപ്പോൾ 11.5 ഇഞ്ചിലാണ് ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കുന്നത്. മാർക്ക് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ നേരത്തെ പാറ്റേൺ നമ്മൾ പാറ്റേൺ പേപ്പറിൽ കട്ട് ചെയ്തെടുത്തുള്ളൂ, ആ ഒരു ഭാഗം ഞാൻ ഇവിടെയും കൂടി ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഷോൾഡറിൻ്റെ അവിടുന്ന് താഴത്തേക്ക് ഇതുപോലെ ടേപ്പ് വെച്ച് മെഷർ ചെയ്തെടുക്കുക എത്ര വേണമെന്ന്. അപ്പോൾ ഒരു 10.75 ആ ഒരു മെഷർമെൻറ്റാണ് നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് അതിന് മുന്നേ നമുക്ക് ആദ്യം ഇവിടുന്ന് സ്ട്രെയിറ്റ് ആക്കി വരച്ചെടുക്കാം. ഇത് നെറ്റ് ഫാബ്രിക് ആയതുകൊണ്ട് ചോക്ക് വരയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് താഴത്തേക്ക് 3 ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിങ്ങനെ കോണാക്കിയിട്ട് എത്ര 10.75 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ട് ഇവിടെ നമുക്ക് വരുന്നുണ്ട് ആ ഒരു മെഷർമെൻറ്റ്. എന്നിട്ട് നമുക്ക് താഴെ സ്ലീവ്സിൻ്റെ റൗണ്ട് നമുക്ക് വേണ്ടത് മൊത്തം ഒരു 10 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ 5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തെടുത്തു. ഇനി 1.5 ഇഞ്ച് ഞാൻ സീം അലവൻസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. 1.5 ഇഞ്ചാണ് നമ്മുടെ ബോഡി പാർട്ടിലെല്ലാം മാർജിനായിട്ട് ഇട്ടത്. എന്നിട്ട് നമുക്ക് ഈ ഒരു പോയിൻ്റ് ഇതുപോലെ ചെരിച്ച് വരച്ചു കൊടുക്കാം. ഇനി മേലെ നമുക്ക് സ്ലീവ്സിൻ്റെ ഭാഗം ഒന്ന് വരച്ചെടുക്കണം. അത് ഇതുപോലെ ഇവിടുന്ന് ഇങ്ങനെ ഒരു 2-3 ഇഞ്ച് മേലെ നിന്ന് ഇങ്ങനെ നീക്കിയിട്ട് താഴത്തേക്ക് വരച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത ശേഷം ഈ നടുഭാഗത്ത് നമ്മളൊന്ന് നോച്ച് ചെയ്തെടുക്കണം കേട്ടോ, അതിൻ്റെ മിഡിൽ പോർഷനാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ ഒരു 1/2 ഇഞ്ച് താഴ്ത്തി വരച്ചിട്ടുണ്ട്, അതിവിടെ മാർക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ 1.5 ഇഞ്ച് ഞാൻ മാർജിൻ മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് മേലെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ താഴ്ത്തി വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2 സ്ലീവ്സിൻ്റെയും ഒരുമിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് താഴ്ത്തി കട്ട് ചെയ്ത് ഒരുപാട് കുഴിക്കാൻ പാടില്ല, ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പേ നമ്മൾ വരാൻ പാടുള്ളൂ. നമുക്ക് ഇവിടെ പോലെ വരച്ചെടുക്കാം. എന്നിട്ട് ഇവിടെ നമുക്കൊരു നോച്ചും കൂടി കൊടുക്കാം, കാരണം അത് ഫ്രണ്ട് സൈഡിൽ പോകേണ്ട ഭാഗമാണ് സ്ലീവ്സിൻ്റെ. ഇനി നമുക്കിതെല്ലാം അറ്റാച്ച് ചെയ്തെടുക്കാം. അറ്റാച്ച് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ലൈനിങ്ങും ഫാബ്രിക്കും വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ചീത്ത വശത്തേക്ക് നമ്മുടെ ലൈനിങ്ങിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ 4 വശങ്ങളും അടിച്ചെടുക്കാം. ഇപ്പോൾ മെയിൻ ഫാബ്രിക്കിൽ ലൈനിങ് എല്ലാം നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എക്സസ് ചെയ്ത് നിൽക്കുന്ന ഈ ക്ലോത്തൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നേരത്തെ ഞാൻ സ്ലീവ്സ് കട്ട് ചെയ്ത സമയത്ത് ലൈനിങ് കട്ട് ചെയ്തിരുന്നില്ല. കാരണം സ്ലീവ്സിന് ലൈനിങ് വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ടാണ് കട്ട് ചെയ്യാഞ്ഞത്. നിങ്ങൾക്ക് ലൈനിങ് വെച്ച് അടിക്കണമെങ്കിൽ സ്ലീവ്സിൻ്റെ ഒപ്പം വെച്ച് നിങ്ങൾ ലൈനിങ് കട്ട് ചെയ്ത് അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ വരാം. ഇനി നെക്ക് ലൈനിൽ നമ്മൾ ഹെമ്മിങ് ചെയ്തെടുക്കുക. ഹെമ്മിങ് ചെയ്യാനായിട്ട് നമ്മൾ ലൈനിങ്ങിൽ ഓൾറെഡി നെക്ക് പോർഷൻ കട്ട് ചെയ്ത സമയത്ത് ഒരു പീസ് ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു പീസ് വെച്ചിട്ട് വേണം നമ്മൾ ലൈനിങ്, അതായത് ഹെമ്മിങ് ചെയ്യാനുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതിന് ആദ്യം ലൈനിങ് ക്ലോത്ത് 2 ആക്കി ഇതുപോലെ മടക്കിയിട്ടിട്ട് മേലെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. അതിന് താഴെ ഈ ഒരു ഭാഗം വെച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഔട്ട്ലൈനുകൾ നമ്മൾ വരച്ചെടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഔട്ട്ലൈൻ വരച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ ആ കോർണർ സൈഡ് വരച്ച് വൃത്തിക്കെടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു പോർഷൻ മാറ്റി വെച്ചിട്ട് 1 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് ഈ ഒരു പീസ് വരച്ച് കട്ട് ചെയ്തെടുക്കാം.
കട്ട് ചെയ്ത പോർഷൻ ഇതുപോലെ ബ്ലൗസിൻ്റെ നല്ല വശത്താക്കിയിട്ട് വെച്ചെടുക്കുക. എന്നിട്ട് 1/4 ഇഞ്ചിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഓരോ കോണിൽ നിങ്ങൾ ഇതുപോലെ കട്ട് കൊടുക്കണം. കാരണം മറിച്ചെടുക്കുമ്പോൾ അവിടെ വൃത്തിയിൽ നിൽക്കാനായിട്ട്. ബാക്കി വരുന്ന ഭാഗങ്ങളിലും ഇതുപോലെ ചെറിയ ചെറിയ കട്ടുകൾ കൊടുത്തിട്ട് നിങ്ങൾ മറിച്ചെടുത്ത് അടിക്കുക. മറിച്ചെടുത്തിട്ട് ഈ ഒരു പോർഷനിൽ ചെറിയൊരു സ്റ്റിച്ച് നിങ്ങൾ ആദ്യം ചെയ്തെടുക്കുക. ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ വരും. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് മടക്കിയിട്ട് നമുക്ക് ഹെമ്മിങ് ചെയ്തെടുക്കാം. ഒന്നല്ലെങ്കിൽ ഹെമ്മിങ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ സ്റ്റിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഹെമ്മിങ് ആണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതാണ് ബ്ലൗസുകൾക്ക് ഏറ്റവും വൃത്തി വരുന്നത്. നല്ല നീറ്റായിട്ട് തന്നെ എല്ലാ കോണും വന്നിട്ടുണ്ട്. അപ്പോൾ ഹെമ്മിങ് ചെയ്യണ നിങ്ങൾക്ക് ക്ലോത്ത് വെച്ചിട്ട് മറിച്ചെടുക്കാം, അല്ലെങ്കിൽ ക്യാൻവാസ് വെച്ചിട്ട് മറിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ക്ലോത്ത് വെച്ച് മറിച്ചെടുക്കുമ്പോൾ അവിടെ ഒരുപാട് കട്ടി വരില്ല. ക്യാൻവാസ് ആകുമ്പോൾ ഒരുപാട് കട്ടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലെ നെക്ക് ഫിനിഷ് ചെയ്ത ശേഷം ഈ 2 സൈഡും നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കണം. അറ്റാച്ച് ചെയ്യാനായിട്ട് നമ്മുടെ ഈ താഴത്തെ ഭാഗം താഴെ വരുന്ന രീതിയിലും ഈ നോച്ചുണ്ടല്ലോ, ഈ ബെസ്റ്റ് പോയിൻറ്റ് കട്ട് ചെയ്തത്, അതും മേലത്തെ ഭാഗം ഒപ്പം വരണം നമ്മൾ തയ്ച്ചു വരുമ്പോൾ. എന്നാലാണ് നമ്മൾ കട്ട് ചെയ്തത് കറക്റ്റായെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ താഴത്തെ ഈ ഭാഗം നമുക്ക് ഇതുപോലെ വെച്ചിട്ട് ഈ മേലെ ഇത് വെച്ചിട്ട് നമുക്കൊരു 1/2 ഇഞ്ചിൽ തയ്ച്ചെടുക്കാം. തയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് രണ്ടും വെട്ടിയ ആ അളവിൽ തന്നെ കറക്റ്റ് വരണം. അപ്പോൾ നമ്മുടെ ബെസ്റ്റ് പോയിൻറ്റിൻ്റെ ആ പോയിൻറ്റിൽ ആ 2 നോച്ചും കൂടി ഒരുമിച്ച് വരണം. അപ്പോൾ ഒരിക്കലും ക്ലോത്ത് താഴത്തേക്ക് വലിച്ചിട്ട് അടിക്കരുത് കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. തയ്ച്ചെടുത്തിട്ട് നമ്മൾ ഷേപ്പ് ക്ലോത്ത് ഇങ്ങനെ വലിക്കാനൊന്നും നിൽക്കരുത്. ജസ്റ്റ് ഒന്ന് സൈഡിലോട്ട് നീക്കി അടിക്കുക. അതുപോലെ കണ്ടില്ലേ, സൈഡിലോട്ട് നീക്കി അടയ്ക്കുക. എന്നിട്ട് താഴത്തെ ഭാഗത്തുമ്പോൾ ഈ രണ്ടും ഒപ്പം വെച്ചിട്ട് നമ്മളിതുപോലെ സൈഡിലേക്ക് വലിച്ചിട്ട് തയ്ച്ചെടുക്കുക. നമുക്ക് കാണാൻ പറ്റും 2 സൈഡും ഒപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തത് കറക്റ്റാണെന്ന് അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മുടെ ബെസ്റ്റ് പോയിൻറ്റ് നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ മറ്റേ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇനി നോക്കേണ്ടത് ലെങ്ത്ത്. ബാക്ക് സൈഡും ഫ്രണ്ടും ഒരേ ലെങ്ത്തിൽ തന്നെയാണോ വന്നിട്ടുള്ളത് നോക്കണം. അപ്പോൾ ബാക്ക് സൈഡ് നമുക്ക് ആദ്യം ഇതുപോലെ മേലെ ഫ്രണ്ടിൻ്റെ വെച്ചെടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ആം ഹോൾ 1/2 ഇഞ്ച് ഇറക്കി വെട്ടിയിട്ടുണ്ടായി. അതങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്ക് സൈഡ് 2 ഇതുപോലെ വെച്ചെടുക്കാം. ബാക്ക് ഇതുപോലെ വെച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ലെങ്ത്ത് നോക്കാം. അപ്പോൾ ലെങ്ത്ത് നമ്മളിവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ സൈഡ് നമ്മൾ എന്തായാലും അടിച്ചു പോകുമ്പോൾ കറക്റ്റോ ആം ഹോളും കറക്റ്റാണ്. ലെങ്ത്ത് ഒരു 1/2 ഇഞ്ചിൻ്റെ വ്യത്യാസം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തിട്ട് ലെവലാക്കണം. അഥവാ നിങ്ങളുടെ കറക്റ്റാണ് വന്നിട്ടുള്ളെങ്കിൽ അത് കുഴപ്പമില്ല. ഇതുപോലെ കുറച്ചിലുകളുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് ഒപ്പാക്കിയെടുക്കണം. അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത ശേഷം ഇപ്പോൾ ലെങ്ത്ത് നമ്മുടെ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ബാക്ക് പോർഷൻ ഞാൻ ഇതുപോലെ നിവർത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഫ്രണ്ട് ഭാഗം ഇതുപോലെ നല്ല വശം വരുന്ന രീതിയിൽ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ജോയിൻ ചെയ്തെടുക്കാനായിട്ട് മുന്നേ നമ്മുടെ താഴത്തെ ഭാഗം, അതായത് താഴത്തെ ഈ ഒരു ഭാഗം നമ്മൾ മടക്കി അടിക്കണം കേട്ടോ. മടക്കി അടിച്ചതിന് ശേഷം ജോയിൻ ചെയ്തെടുക്കാം. രണ്ടും നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഫ്രണ്ട് സൈഡിൽ അതായത് ബ്ലൗസിൻ്റെ ഫ്രണ്ട് സൈഡിൽ നമ്മളൊരു 1/2 ഇഞ്ചിൽ കുഴിച്ച് വരച്ചിട്ടുണ്ട്. അത് നമ്മൾ സ്ലീവ്സിലും വരച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗം ഫ്രണ്ടിലോട്ട് വരുന്ന രീതിയിൽ നമുക്ക് സ്ലീവ്സ് വെച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗം റൈറ്റിലും വരും, ഈ ഒരു ഭാഗം ബ്ലൗസിൻ്റെ ലെഫ്റ്റിലും വരും. അപ്പോൾ സ്ലീവ്സ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കേണ്ടത് പാഡാണ്. ആ പാഡ് അറ്റാച്ച് ചെയ്യാനായിട്ട് ഞാൻ ഓൾറെഡി ഇവിടെ ലൈനിങ് മടക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു പാഡ് മേലെ വെച്ച് പ്രസ് ചെയ്ത് പതിച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഔട്ട്ലൈൻ നിങ്ങൾ വരച്ചെടുക്കുക. നല്ല കറക്റ്റായിട്ട് തന്നെ വരച്ചെടുക്കുക. ഇല്ലെങ്കിൽ പാഡ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് കൂടുതലോ കുറവോ വരാൻ പാടില്ല. എന്നിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കി വരുന്ന ലൈനിങ് ക്ലോത്ത് വേസ്റ്റ് ആവാത്ത രീതിയിൽ വേണം ഇതുപോലെയുള്ള പീസസ് നിങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ. ഇപ്പം ഞാൻ 2 പീസേ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ ഒരു പാഡിന്. ഇനി വേറൊരു പാഡിനുള്ള 2 പീസും കൂടി നിങ്ങളിതുപോലെ കട്ട് ചെയ്തെടുക്കണം. മൊത്തം
2 പാഡിന് വേണ്ടിയിട്ട് 4 പീസസ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് 2 ഒപ്പം വെച്ച് ഇതിൻ്റെ അരിക് അടിച്ചെടുക്കുക. അപ്പോൾ ഇത്രയും 2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത ശേഷം ഈ ഒരു ഹോളില്ലേ അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് നല്ല വശത്തേക്ക് മറിച്ചെടുക്കാം. ക്ലോത്ത് ഇതുപോലെ മറിച്ചെടുത്ത ശേഷം വേണം നമ്മൾ പാഡ് ഇൻസേർട്ട് ചെയ്യാനായിട്ട്. ഇതുപോലെ റൗണ്ട് എടുത്ത ശേഷം ഒരു പാഡ് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതുപോലെ നടുമടക്കി ഇങ്ങനെ ചുരുട്ടി ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റാം. പാഡ് ഇൻസേർട്ട് ചെയ്ത ശേഷം ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ഇത് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പാഡ് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്ലൗസിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കണം. അറ്റാച്ച് ചെയ്യാനായിട്ട് നമ്മുടെ ബസ്റ്റ് പോയിൻറ്റിൻ്റെ അവിടെ വെച്ചിട്ട് വേണം അറ്റാച്ച് ചെയ്യാനായിട്ട്. അതിന് ആദ്യം ഈ പാഡിൻ്റെ നടു കണ്ടുപിടിക്കണം. അപ്പോൾ 2 മടക്കി ഇവിടെ നിന്ന് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഇതുപോലെ മടക്കി ക്രോസ് ചെയ്ത് ഇതിൻ്റെ മിഡ് പോയിൻറ്റ് നിങ്ങൾ കണ്ടുപിടിക്കുക. ഈ മിഡ് പോയിൻറ്റ് നമ്മുടെ ബസ്റ്റ് പോയിൻറ്റിൻ്റെ ഒരു നോച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുക്കണം. ഇനി ഈ 4 ഭാഗത്തും നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. അങ്ങനെ മൊത്തം 5 ഭാഗങ്ങൾ ഈ പാഡ് അറ്റാച്ച് ചെയ്യാനായിട്ട് വേണം. നടുക്കും ബാക്കി ചുറ്റും 4 ഭാഗങ്ങളും. ഞാനിവിടെ പ്രസ് ബട്ടണാണ് ഇതുപോലെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പ്രസ് ബട്ടൺ നമുക്ക് ഇവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് എടുക്കാം. പാഡിലും ബാക്കിയുള്ള ഭാഗം നമ്മളിതുപോലെ അറ്റാച്ച് ചെയ്ത് പ്രസ് ചെയ്തെടുക്കണം. അപ്പോൾ ബ്ലൗസിൻ്റെ ഫുൾ പോർഷൻ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. പാഡ് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കിത് ഒന്ന് പ്രസ് ബട്ടൺ അല്ലേ ഒന്ന് വിടിയിച്ച് നോക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഉപകാരം എന്ന് വെച്ചാൽ അത് സാധാരണ ലൈനിങ്ങിൻ്റെ ഉള്ളിലാണ് നമ്മൾ പാഡ് അറ്റാച്ച് ചെയ്യുക. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ പാഡ് നാശമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റിച്ച് റിമൂവ് ചെയ്ത് ഊരിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പാഡ് വെച്ചിട്ട് നമുക്ക് ബ്ലൗസ് ഇടാം, അല്ലെങ്കിൽ സ്ട്രാപ്ലെസ് ബ്രാ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ലൈനിങ് അതായത് പാഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ലൈനിങ്ങും ഒപ്പം വെച്ച് വേണം തുന്നാനായിട്ട്, അല്ലെങ്കിൽ പൊള്ളച്ച് നിൽക്കും. അപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമുക്ക് പുറത്തുനിന്ന് എന്തായാലും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്നുള്ള വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾ എന്തായാലും ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ നെക്കും നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക്.